നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. അത് നമ്മുടെ കാരണഭൂതൻ 1,10,00,000 രൂപയുടെ വീടാണ്. രണ്ട് കാർ, 1,10,00,000. അപ്പോൾ ഒരു കാറിന് ആവറേജ് ഒരു 50 ലക്ഷം കൂടുതൽ എന്തായാലും ആവും. അപ്പോൾ ഏത് കാറാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഡിഫൻഡർ ആകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 കാർ എന്നൊക്കെ പറയുന്നതായിരിക്കും. 2 കാറിൻ്റെ കണക്കെഴുതാൻ ഒരു ഡിഫൻഡർ നടക്കാൻ ആഗ്രഹമുണ്ട്. കാരണം ഈ ഒരുപാട് സ്വത്തുള്ള മനുഷ്യർക്കും അധികാരമുള്ള മനുഷ്യർക്കും കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കയ്യിലിരിക്കുന്ന സ്വത്തും എങ്ങനെയെങ്കിലും ഉപയോഗിക്കണം. അതിന് പിണറായി വിജയൻ ഈ രാഷ്ട്രീയക്കാരനായത് കാരണം അദ്ദേഹത്തെ ഈ സ്വത്ത് മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആകെപ്പാടെ അദ്ദേഹം ഈ ദുബായിൽ പോയി ഹൈത്തിൽ താമസിച്ചും അമേരിക്കയിൽ പോയിട്ട് ഹൈത്തിൽ അവിടെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഹിൽട്ടൺ ഒന്നുമല്ല, ഹൈത്തിന് തന്നെ പല ഇനമുണ്ട്. നമ്മുടെ ഹൈത്ത് റീജൻസി അതൊന്നുമല്ല, അതിൻ്റെയൊക്കെ മുകളിലുള്ള സാധനമുണ്ട്. ഗ്രാൻഡ് ഹൈത്തോ അങ്ങനെ പരിപാടിയുണ്ട്. അതാണ് ഈ ദുബായിലെ ഹൈത്തിലൊക്കെ ഒരു ദിവസത്തെ വാടക എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്കാണ്. അപ്പം ഈ അവിടെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ രാജാവിനെ പോലെ, അവിടെ മാത്രമല്ല വത്സല ശിഷ്യ ഗണങ്ങളെല്ലാം അവിടെ താമസിക്കാൻ വരും. അങ്ങനെ രാജകീയമായി ജീവിക്കുന്ന മനുഷ്യന് ആകെയുള്ള വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരനായത് കാരണം ഈ കൂടിയാൽ ഈ കിയ കാർണിവലിനോ അല്ലെങ്കിൽ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. ഡ്രസ്സും പ്രശ്നമുണ്ട്. രാഷ്ട്രീയക്കാരൻ എടുക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഡിഫൻഡറിലോ അല്ലെങ്കിൽ ആകാൻ ആഗ്രഹം കാണും. ഇനിയിപ്പോൾ കുറച്ചു കാലമല്ലേ ഉള്ളൂ. അപ്പം വെള്ളാപ്പള്ളി നടേശൻ, പുള്ളിയുടെ വത്സല ശിഷ്യനായ വെള്ളാപ്പള്ളി നടേശൻ നടക്കുന്നത് പല ബെൻസുകളിലാണ്. മാറി മാറി ബെൻസ് ഉണ്ട്, പലതുണ്ട്. ബെൻസ് പ്രിയനാണ്. അതെ അതെ അതെ. ഒരിക്കലും മനോരമയുടെ പിന്നെ ചാനൽ അതിന് ബെൻസ് അതാ പറയുന്നത്, അത് പറയുന്നുണ്ട്, ബെൻസിന്റെ പ്രേമിയാണ്. അപ്പോൾ എല്ലാവരും അതെ പുള്ളിയുടെ കൂടെ ഇങ്ങനെ ഒച്ചാനിച്ച് നിൽക്കുന്ന എല്ലാവരും അതിലാണ്. സ്വന്തം വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരൊക്കെ അല്ലേ ഉള്ളത്. ഒരു കാറെങ്കിലും വേണമെന്ന് ആഗ്രഹമായിരിക്കണം. 1,10,00,000 എന്ന് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് 2 തൽക്കാലം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞാണ്. പുള്ളി മിക്കവാറും ഇതിനുള്ള പ്ലാൻ ആയിരിക്കും. അല്ല, ഇവരിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണ്ട് കെ കരുണാകരൻ മുഖ്യമന്ത്രിയുടെ സമയത്ത് ബെൻസ് ഉപയോഗിച്ചതിന് ചീത്ത വിളിച്ചവരാണ് ഇവരെല്ലാം. കാരണം ടാറ്റ എസ്റ്റേറ്റ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെയൊക്കെ ഞാൻ DYFI ആയിട്ട് ചിന്താവളി നടക്കുന്നിട്ട് നല്ല പാട്ട് ഇപ്പം മറന്നുപോയി. അന്ന് എങ്ങനെ ടാറ്റ എസ്റ്റേറ്റിനെ കുറിച്ച് പാട്ട് പാടിക്കൊണ്ട് ഞങ്ങൾ ജാഥ നടത്തിയിട്ടുണ്ട്. ടാറ്റ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സാധനം ഇന്നിപ്പോൾ ഇവിടെ ഇന്നില്ല. ആ സാധനം പോയി. ആ സുമോയുടെ ഒക്കെ അതേ ലൈന്. അതെ, സുമോ പോലത്തെ ഒരു കാരണം അത് മേടിച്ചതിന്റെ പേരിൽ മന്ത്രിമാർക്ക് ടാറ്റ എസ്റ്റേറ്റ് മേടിച്ചു. അതിന്റെ പേരിൽ ആ ടാറ്റ എസ്റ്റേറ്റിന്റെ പേര് ഇവന്മാർ കിടന്ന് ബഹളം വെച്ചതാണ്. അന്ന് കരുണാകരന്റെ സ്വിമ്മിംഗ് പൂളിൽ പട്ടിയെ കുളിപ്പിക്കുന്ന അതിനായിട്ട് പറഞ്ഞു. ഇന്നിപ്പോ ചൂടുവെള്ളം ആക്കിയിരിക്കുകയാണ് സ്വിമ്മിംഗ് പൂളിൽ. എന്ന് പോട്ടെ, ലിഫ്റ്റ് വെച്ചു. ഗോശാല അത് ജ്യോതിഷം പറഞ്ഞാൽ ജ്യോതിഷ്, ഇതെല്ലാം ജ്യോതിഷം. പലതും ജ്യോതിഷി കറഞ്ഞ കണക്കാ. മതിൽ കെട്ടിയത് എന്തിനാ? ചുറ്റുമതിൽ കെട്ടിയത് എന്തിനാ? എവിടെങ്കിലും മതിൽ പൊളിഞ്ഞ് കിടക്കുന്നത് വലിയൊരു പ്രശ്നം. ഈ ജ്യോതിഷത്തിൻ്റെ അകത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതിർത്തി കെട്ടിയിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു മതിൽ പോകുന്നുണ്ട്. മതിൽ ഇടയ്ക്കേണ്ട അവസാനിപ്പിച്ചു. നമുക്ക് അങ്ങോട്ട് മതിലിൻ്റെ ആവശ്യം, നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സ്ഥലം. അപ്പം വന്നിട്ട് ഒരാൾ എന്ന് പറഞ്ഞ് പറ്റത്തില്ല, മതിൽ മുഴുവൻ കെട്ടി അടയ്ക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസും ബഹളമൊക്കെ ഉണ്ടാകുന്നത് പറഞ്ഞു. അല്ല, നമ്മൾ പണ്ടൊന്നും ഇത്തരം ആളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഈ കക്ഷികളുണ്ടല്ലോ, ഈ വീടിന്റെ ഇത് സ്ഥാനം സംബന്ധിച്ച് പറയാൻ നടക്കുന്ന അതിപ്പോൾ ജാതി മത ഭേദമന്യേ സകലരും ഈ വീടിന്റെ നോട്ടം തുടങ്ങിയിട്ടുണ്ട്. മൻമോഹൻ ബംഗ്ലാവിന്റെ ഗേറ്റ് എത്ര ലക്ഷം മാറ്റിപ്പണിത് പണ്ട് ഈ LDF സർക്കാർ ഇരിക്കുമ്പോഴും. അപ്പോൾ എനിവേ നമുക്ക് ഈ കാരണബോധന്റെ ഈ 1,10,00,000 വലിയ അത്ഭുതപ്പെടേണ്ട. പണ്ട് ഈ പഞ്ചാബിൽ ആളുകൾ കൊല്ലപ്പെടുമ്പം അല്ലെങ്കിൽ കശ്മീരിൽ ആളുകൾ കൊല്ലപ്പെടുമ്പം വലിയ വാർത്തയല്ലായിരുന്നു. ഓർമ്മയുണ്ടോ? നിരന്തരം നടക്കുന്ന സംഭവം. അതുപോലെയാണ് കാരണബോധൻ എന്താ കാണിച്ചാൽ അത് വാർത്തയല്ല. ഞങ്ങൾ കാര്യവട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ലാബ് ജേണലുണ്ട്. അപ്പോൾ ദിവസം ഇറക്കണം. അത് ഞങ്ങൾ ഈ ലാബ് ജേണൽ ഇറക്കുമ്പോൾ അതുകൊണ്ടൊന്ന് ആ കാര്യവട്ട ക്യാമ്പസിലെ എല്ലാ പ്രധാന അതിനകത്ത് വെയിറ്റ് ഷീറ്റുകളുണ്ട്, അതൊക്കെ ഒട്ടിക്കണമെന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ അധ്യാപകൻ ആദ്യം കണ്ടു. എന്നിട്ട് ഞങ്ങൾ ഓടിച്ചു. ഇത് പ്രത്യേകം നിങ്ങൾ കാണിച്ചതെന്ന് ചോദിച്ചു. ടുഡേ സ്റ്റോൾ എന്നാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചു. നമ്മൾ അറിവില്ല കൊണ്ട് നമ്മൾ ചെയ്തു കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രശ്നമായിരുന്നു. ഇന്ന് കാശ്മീരിൽ കൊല്ലപ്പെട്ടവരുടെ ടുഡേ സ്റ്റോൾ എന്ന് വെച്ചാൽ അത് മഹാമര്യാദ തലക്കെട്ടായി പോയല്ലേ ശരിക്കും പറഞ്ഞാൽ. അല്ല, അതായിരുന്നു സംഭവമായിരുന്നു. എനിവേ നമുക്കത് വിടാം. നമുക്ക് ഗൗരവത്തോടെ സംസാരിക്കേണ്ട വിഷയം തീർച്ചയായിട്ടും രാഹുൽ ഈശ്വരിന്റെ അറസ്റ്റും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവിയാണ്. നാളത്തെ ഭാവി അത് രണ്ടും വെൽ കണക്റ്റഡാണ്. ഈ രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റും ജയിൽവാസവും യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സാധ്യതയെ ബാധിക്കും. നമ്മളിതെന്ന് പറഞ്ഞാൽ ഈ ഒരു മെയിൻ കഥയുടെ ഉപകഥയാണ് ഈ ഈശ്വറിൻ്റേത്. അപ്പം മെയിൻ സംഭവം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു. ആ സ്ത്രീക്ക് ഗർഭമുണ്ടാക്കി.
ആ ഗർഭസ്ഥ ശിശുവിനെ കൊന്നു. അങ്ങനെയാണ് ഗർഭചിത്രം എന്ന് പറഞ്ഞാൽ പോരാ. 3 മാസം പ്രായമായ ഒരു ഗർഭസ്ഥ ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ, ഉദരത്തിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അത് ജീവനായി. ഒരു 3 മാസം ആകുമ്പോഴത്തേക്കും അതിന് ഏതാണ്ട് ഷേപ്പ് വയ്ക്കുക, പിന്നെ ഷേപ്പ് വളരുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ അതൊരു കൊലപാതകമാണ്. ഒരർത്ഥത്തിൽ അതൊരു കൊലപാതകമാണ്. ഒരു ജീവൻ മനഃപൂർവ്വം കൊന്നുകളയുക എന്ന് പറയുന്നത് അതൊരു കൊലപാതകമാണ്. അതല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നുമില്ല കുഞ്ഞിന് അങ്ങനെ കൊന്നുകളയുക എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ക്രിസ്ത്യൻ സങ്കല്പമൊക്കെ അനുസരിച്ച് അത് ഭയങ്കര, നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല ഒരിക്കലും. ഗർഭചിത്രം നടത്തിയാൽ സ്വർഗത്തിൽ പോകത്തില്ല, തീർന്നു. നിങ്ങളുടെ സ്വർഗത്തിനുള്ള സ്കോപ്പേ അവസാനിച്ച് ഞങ്ങളുടെ ക്രിസ്ത്യൻ സങ്കല്പം അനുസരിച്ച്. അല്ല, അത് അത്ര ഗൗരവമേറിയ ഒരു കുറ്റകൃത്യം. അത് ഈ ക്രിസ്ത്യൻ ധ്യാനങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളുടെ ഈ ചെറിയ ഗർഭസ്ഥ ശിശുക്കളുടെ ഓരോ പ്രായത്തിൻ്റെയും വളർച്ചയും അവരുടെ തിരിച്ചറിയുമ്പോൾ അവരുടെ പ്രതികരണവും ചിരിയൊക്കെ കാണിക്കുന്ന വിഷ്വൽസ് ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഗർഭചിത്രം നടത്തിയിട്ടുള്ള സ്ത്രീകൾക്ക് മാനസികാഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് പലപ്പോഴും. ഇത് പേടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ കുഞ്ഞിനെ കൊന്നു എന്നൊരു ഫീൽ ഉണ്ടാവും. കൊന്നതാണല്ലോ ഫലത്തിൽ, കൊലപാതകമാണ്. കവിയത്രി റോസ്മേരി ഒരിക്കലും ഒരു കവിത എഴുതിയിട്ടുണ്ട്, കാറ്റ് വീശാത്ത മൂവന്തികൾ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. കാറ്റ് വീശാത്ത മൂവന്തികൾ എന്ന് പറഞ്ഞ കവിത തന്നെ അവർ ഗർഭചിത്രം നടത്തിയ ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ആ കുഞ്ഞ് അവരെ സ്വപ്നത്തിൽ വന്ന് കാണുന്നതും അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഓർമ്മയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ഹൃദയമുള്ള മനുഷ്യർക്ക് ഗർഭസ്ഥ ശിശു എന്ന് പറയുന്നത് ഒരു ശിശു തന്നെയാണ്. ജനിച്ചുപോയ ഒരു കുഞ്ഞിനെ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് ഗർഭസ്ഥയിൽ ഉണ്ടായിരിക്കുന്നത്, ജീവനുണ്ട്. അപ്പം ഈ ഗൗരവമേറിയ കുറ്റകൃത്യത്തിൻ്റെ ആ കുറ്റകൃത്യം നടത്തിയ ആളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടാണ് രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുന്നത്. അപ്പം രാഹുൽ ഈശ്വർ എങ്ങനെ ജയിലിൽ പോയി എന്നതാണ് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്. സത്യമായിട്ടും ഇന്നലെ എൻ്റെ പ്രതീക്ഷ മുഴുവൻ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുമെന്നായിരുന്നു. എന്നോട് ചോദിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യ സാധ്യത കുറവാണ്. കാരണം ഗൗരവമേറിയ 2 കുറ്റകൃത്യങ്ങളാണ്. ബലാത്സംഗം തന്നെ 3ഓ 4ഓ ഇനം ബലാത്സംഗമുണ്ട്. അതുപോലെ തന്നെ ഈ ഗർഭചിത്രത്തിൻ്റെ കൊലപാതകം. പക്ഷേ രാഹുൽ ഈശ്വർ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം എന്ന് പറയുന്നത് 1 മാത്രമേ അവരിട്ടിട്ടുള്ളൂ, ജാമ്യമില്ലാ വ്യവസ്ഥ. അതായത് പല കുറ്റകൃത്യം. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളോട് പറയുന്നത് ഇദ്ദേഹം ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എന്ന കുറ്റകൃത്യം ജാമ്യമുള്ള വകുപ്പാണ്. 2 വർഷമേ അതിന് തടവുള്ളൂ, പക്ഷെ ജാമ്യമുള്ള വകുപ്പാണ്. പാലാക്കാരനെ ഇപ്പം സുപ്രീം കോടതി മാപ്പ് പറഞ്ഞ് വെറുതെ വിട്ടത് ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന കുറ്റകൃത്യമാണ്. പാലാക്കാരനെ പറ്റിപ്പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് SC/ST ആയിപ്പോയി. SC/ST അല്ലായിരുന്നെങ്കിൽ പാലക്കാരനൊന്നും സംഭവിക്കുന്നത്. SC/ST ആകുമ്പോൾ അതിന് SC/ST അട്രോസിറ്റി ആക്ട് വരും, ശക്തി കൂടും. SC/ST അട്രോസിറ്റി ആക്ടാണ് നോൺ ബെയിലബിൾ ആണ്, അവിടെയാണ് പ്രത്യേകത. അപ്പം അത് ആ കാര്യത്തിൽ അതാണ് പാലക്കാരനെ പറ്റിപ്പോയത്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയാൽ പോലും, അയാൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു, വെളിപ്പെടുത്തിയാൽ പോലും അതിന് 2 വർഷം മാത്രമേ തടവ് കിട്ടത്തുള്ളൂ. അതേസമയം അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് ഒരു കുറ്റകൃത്യം കൂടെ അയാളുടെ മേൽ ചുമത്തി. ആ കുറ്റകൃത്യം എന്ന് പറയുന്നത് സെക്ഷുവലി കളേർഡ് റിമാർക്സ് നടത്തി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അയാൾ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ അയാൾ ഇരയെ അവഹേളിച്ചു എന്നത് വാസ്തവമാണ്. ഇയാളെ ഈ ഇരയെക്കുറിച്ച് അയാൾ അധിക്ഷേപിച്ചു, പേര് പറയാതാണെങ്കിൽ പോലും സാങ്കേതികമായി അത് വാസ്തവമാണെങ്കിലും ഇയാൾ സെക്ഷുവലി കളേർഡ് റിമാർക്സ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ആ വകുപ്പ് അതിനകത്ത് ചേർത്തു. ഈ വകുപ്പിൻ്റെ പ്രത്യേകത ഏറ്റവും തമാശ അതാണ്. നമ്മുടെ നിയമത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്നാന്ന് വെച്ചാൽ, പൊതുവെയുള്ള ഒരു നിയമം എന്ന് പറയുന്നത്, ഈ ആക്ടിൻ്റെ ഒരു പുതിയ രീതി എന്ന് പറയുന്നത് 3 വർഷമോ അതിൽ കൂടുതലോ കുറ്റകൃത്യം ചെയ്യുമ്പോഴാണ് നോൺ ബെയിലബിൾ ആവുന്നത്. ഒരു കുറ്റകൃത്യത്തിൻ്റെ ശിക്ഷ 3 വർഷത്തിൽ താഴെയാണെങ്കിൽ പൊതുവെ ഓർഡിനറി കേസിൽ അത് ബെയിലബിൾ ആയിരിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഇരയുടെ ഇത് വെളിപ്പെടുത്തി എന്ന് പറയുന്നത് 2 വർഷം തടവ് കിട്ടുന്നത്. എന്നാൽ ഈ പറയുന്ന ഒരു സെക്ഷൻ, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. ആ സെക്ഷൻ സെക്ഷൽ ഹരാസ്മെന്റ് അല്ല, അത് 72 എനിക്ക് തോന്നുന്നു. ഇപ്പം BNS ആയതുകൊണ്ടാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. BNS 1, 2, 3 3 വകുപ്പുണ്ട്. അതിൽ BNS 1 തന്നെ 4 ഉപവകുപ്പുകളുണ്ട്. BNS 1A, BNS 1A, BNS 1A, 1, 2, 1C അങ്ങനെ. അതിലെ 1-4 ആണ് സെക്ഷലി കളേർഡ്. ഈ ആദ്യത്തെ 3 3 വർഷം തടവും, ഈ 1-4 BNS 72 1-4 1 വർഷം തടവേ ഉള്ളൂ. ഈ സെക്ഷൽ കളേർഡിന് 1 വർഷം തടവേ ഉള്ളൂ. അപ്പോൾ ഇതിന് 1 വർഷം തടവുള്ളൂ. പക്ഷേ ആ 72 എന്ന് പറയുന്ന മുഴുവൻ സെക്ഷനും, 72 ആണെന്ന് എനിക്ക് ഉറപ്പ് പറയുന്നില്ല, 72 സെക്ഷൻ മുഴുവനും നോൺ ബെയിലബിൾ ആയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പക്ഷെങ്കിൽ ഈ എഴുതി വന്നപ്പോൾ എഴുത്തുകാരന് അബദ്ധം പറ്റിയതാവാം. അങ്ങനെ സംഭവിക്കാൻ, കാരണം ഒരു നിയമം മൊത്തം പരിഷ്കരിച്ച് വരുമ്പോൾ
അങ്ങോട്ടും ഇങ്ങോട്ടും ബെയിലബിൾ. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോഴുണ്ടായ ഒരു പ്രശ്നം, രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഈശ്വരനും തമ്മിൽ മാറിപ്പോയി. അതുകൊണ്ട് അവസാനം വീഡിയോ എഡിറ്റ് ചെയ്ത് പയ്യൻ വന്ന്, സാറ് ആ പാടെ കുഴപ്പമുണ്ടോന്ന് പറഞ്ഞു. ഞാൻ പിന്നെ രാഹുൽ ഈശ്വരൻ 5-6 പ്രാവശ്യം പറഞ്ഞ് കട്ട് ചെയ്ത് കേട്ടുപോയിരുന്നു. കാരണം അതേപോലെ തന്നെ ബെയിലബിൾ നോൺ ബെയിലബിൾ, ബെയിലബിൾ നോൺ ബെയിലബിൾ എല്ലാ സെക്ഷനും എഴുതി വരുന്ന കൂട്ടത്തിൽ ഈ ബെയിലബിൾ നോൺ ബെയിലബിൾ ആയതാവാം. അത് മാത്രമല്ല ഈ സെഷൻസ് കോടതിയിലാണ് അത് ട്രയൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ വിചിത്രമാണ്. സാധാരണഗതിക്ക് 3 വർഷമോ അതിൽ താഴെയോ 3 വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റകൃത്യം ആണെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിലാണ് ട്രയൽ ചെയ്യുന്നത്. പക്ഷേ ഇത് സെഷൻസ് കോടതിയിലാണ് ട്രയൽ ചെയ്യേണ്ടത്. അതായത് ഗൗരവമേറിയ ഒരു കുറ്റകൃത്യം 7 വർഷമോ അതിൽ കൂടുതലോ തടവ് കിട്ടുന്ന ഒരു കുറ്റകൃത്യം ട്രയൽ ചെയ്യേണ്ട മാനദണ്ഡമാണ് ഈ കുറ്റകൃത്യത്തിന് വന്നിരിക്കുന്നത്. ഇത് പക്ഷേ ഗൗരവം പിടിച്ചൊരു കുഴപ്പം പിടിച്ചൊരു സംഭവമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഇതിൻ്റെ സാധ്യത ഇവർക്ക് മനസ്സിലാവുന്നതെന്ന് തോന്നുന്നു. ഈ സാധ്യത ഉപയോഗിച്ച് ഇവർ ആർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്താൽ ട്രയൽ സെഷൻസ് ആവുമ്പോൾ, മജിസ്ട്രേറ്റ് അല്ല സെഷൻസ് ആവുമ്പം അതിന് എളുപ്പമാണ് ജാമ്യം നിഷേധിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു സ്കോപ്പോട് കൂടിയാണ് ഈ കേസ് കോടതി വരുന്നത്. ഈ കേസ് കോടതി വരുമ്പോൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം. സുപ്രീം കോടതിയുടെ പലതവണയുള്ള ഡയറക്ഷനുണ്ട്. ഈ ജയിൽ എന്ന് പറയുന്നത് ഓൺലി ഫോർ ദി ക്രിമിനൽസ്. ഞാൻ പറഞ്ഞ ഇയാൾ ക്രിമിനൽ അല്ല. ഇയാൾ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് മാറ്റാൻ തീരുമാനമായി. ഇയാൾ ക്രിമിനൽ അല്ല. നമ്മളതിനെ ഈ നാട്ടിൽ ഇഷ്ടംപോലെ ക്രിമിനലുകളുണ്ട്. രാഷ്ട്രീയക്കാരിലാണ് ഏറ്റവും കൂടുതൽ ക്രിമിനലുള്ളത്. കച്ചവടക്കാർ ക്രിമിനൽ, തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തുന്ന, ഇപ്പോഴും നമ്മളെ പറ്റിക്കുന്ന ഒരുപാട് തട്ടിപ്പാണ്. ജനങ്ങളുടെ പണം പിടിച്ചു പറിക്കുന്ന, മോഷണം നടത്തുന്ന ഒരുപാട് മുതലാളിമാർ, സക്സസ്ഫുൾ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേര് ക്രിമിനലുകളാണ്. അതിനുവേണ്ടി അവരുടെ ഈ ക്രിമിനൽ സാമ്രാജ്യം നിലനിർത്താൻ വേണ്ടി കൊട്ടേഷൻ സംഘത്തെ വിട്ട് മനുഷ്യരെ ഭയപ്പെടുന്നു. ഞാനൊക്കെ ഇതിൻ്റെ ഇരയാണ്. പുറമെ നന്മകരങ്ങളായി ഒരു ഭാവിക്കുക. ഈ കഴിഞ്ഞ ദിവസവും എനിക്കൊരു കൊട്ടേഷൻ നേതാവിൻ്റെ ഫോൺ വന്നു. ഞാൻ ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കാതിരുന്നപ്പോഴത്തേക്കും എന്നോട് എടുക്കടാ ഫോൺ എന്ന് പറഞ്ഞു. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടു. കേട്ടപ്പം എനിക്ക് തോന്നി ഇത് കുഴപ്പമാണോന്ന് ഓർത്ത് ഞാൻ എടുത്തില്ല. അപ്പോഴത്തേക്കും നിനക്ക് എന്നാ പേടിയാണോടാ, ഞാൻ ഇന്ന ആളാടാ എന്ന് പറഞ്ഞ് കൊട്ടേഷൻ നേതാവിൻ്റെ പേര് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ തട്ടും, നിന്നെ ഞാൻ വലിച്ചു കൊല്ലുക മാത്രമല്ല നിന്നെ കുത്തിക്കയറും, എന്നിട്ട് നിൻ്റെ മൃതദേഹം നിൻ്റെ ഇടകടത്തിൽ വീട്ടിൽ നീ അടക്കം കൊണ്ടുപോകുമായിരിക്കുമല്ലോ, അവിടെ കൊണ്ടുവന്ന് ഞാൻ പൊതുശല്യം ഒഴിഞ്ഞു എന്ന് ഞാൻ റീത്തൽ എഴുതി വെക്കും, നീ നോക്കിക്കോടാ, നിനക്ക് ആണാണെങ്കിൽ എടുക്കടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ കൊട്ടേഷൻ നേതാവിനെ അറിയാം. ഇയാൾ അറിയാമെന്ന് പറഞ്ഞാൽ ഇയാൾ വലിയ കൊട്ടേഷൻ നേതാവാന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ എനിക്ക് പ്രകോപനം ഉണ്ടായെങ്കിലും നമ്മൾ പിന്നെ വെറുതെ പ്രകോപനം നടത്തണമെന്ന് വിളിച്ചില്ല. അപ്പോൾ ഇത് എന്തിനാണ് അയാൾ എന്നെ കൊട്ടേഷൻ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? കൃത്യം എനിക്കറിയാം ഇയാൾ ഏത് അതിസമ്പന്നന് വേണ്ടിയാണ് കൊട്ടേഷൻ നടത്തുന്നത് എന്നെനിക്കറിയാം. അപ്പോൾ ആ സമ്പന്നനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നപ്പോൾ ഒരു പക്ഷേ ആ സമ്പന്നൻ പറഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല, സമ്പന്നൻ്റെ വിഷമം കണ്ടിട്ട് വിധേയത്വം കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ശബരിമലയിൽ പ്രക്ഷോഭം നടത്തി സുരേന്ദ്രൻ ജയിലിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ശരി അബദ്ധവും തെറ്റുമാണ് കാണിച്ചപ്പോൾ ജയിലിൽ പോയതിനോട് നമുക്കൊരു മാനസികമായി ഒരു ക്രിമിനൽ അല്ലാത്തതുകൊണ്ട് ഇയാൾ ജയിലിൽ പോകണോ എന്ന് ചോദിച്ചിട്ട് ചെന്നൈയിൽ പിടിച്ചു. അതേസമയം ഉമേഷ് എന്ന് പറയുന്ന ആ ഡിവൈഎസ്പി, അയാളെ സസ്പെൻഡ് ചെയ്തില്ല. അയാളുടെ പേര് ബലാത്സംഗ കേസ് എടുക്കുന്നില്ല. ആലോചിച്ച് നോക്കിയേ, ഒരു സ്ത്രീയെ ജീവിതത്തിൻ്റെ ഗതികെട്ട അവസ്ഥയിൽ അവരുടെ ശരീരം വിട്ട് കുടുംബം നടത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ കുടുംബം നടത്താൻ തീരുമാനിച്ചവരെ പോലീസ് പിടിക്കുന്നു. അന്ന് വൈകുന്നേരം അന്ന് കേസ് അന്വേഷിച്ച CI SIM കുട്ടിക്കൊണ്ട് ആ സ്ത്രീയെ പ്രാപിക്കാൻ പോവാണ്. അവരെ തുടർച്ചയായി റേപ്പ് ചെയ്യുകയാണ്. ഇത് അവസാനം അയാൾ ഇതിന് കൂട്ടുനിന്ന SIയുടെ ജീവിതം പ്രതിസന്ധിയിലായപ്പോൾ അയാൾ ഇത് എഴുതി വെച്ചിട്ട് മരിക്കുന്നു. ഈ ഡിവൈഎസ്പി ഇവിടുത്തെ സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ, ഉമേഷ് എന്ന് പറഞ്ഞ സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. പോലീസിന്റെ സീനിയർ ഓഫീസർ അസോസിയേഷൻ, അതായത് ഡിവൈഎസ്പിമാരും നോൺ IPS SP-മാരും ഉള്ള ഒരു സംഘമാണ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ. നമ്മുടെ പഴയ ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാക്കളാണ് സീനിയർ. ഇപ്പോൾ പൃഥ്വിരാജ് ഉണ്ടല്ലോ, അദ്ദേഹം ഡിവൈഎസ്പിയാണ്. പോലീസ് അദ്ദേഹം SIC ആയിരുന്നപ്പോൾ അദ്ദേഹമായിരുന്നു പോലീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം ഇപ്പം അതിൻ്റെ സെക്രട്ടറിയാണ്. അപ്പം ഈ സീനിയർ അങ്ങനെ പദവിയിലിരിക്കുന്ന സർക്കാരിന് താല്പര്യമുള്ള ആളെയുണ്ട്. അയാൾക്കെതിരെ ഇതുവരെ ബലാത്സംഗ കേസ് എടുത്തിട്ടില്ല. ഇപ്പോഴും അയാളെ പേരിന് വേണ്ടി സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതെപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പ്രക്രിയ നടക്കും. അതേസമയം ഇയാൾക്ക് എന്ത് സംഭവിച്ചു? കോടതി വരുമ്പോൾ ഉണ്ടാകുന്ന 2 പ്രശ്നമുണ്ട്. നമ്മൾ കോടതി ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇയാൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ രാഹുൽ ഈശ്വരനെ ഒന്ന് ഒതുക്കേണ്ടത് ആവശ്യമായിരുന്നു. ഞാൻ പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്, ചെറിയൊരു പണി കൊടുക്കേണ്ടതുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്, നമുക്ക് ധീരമായി നമ്മുടെ അഭിപ്രായം പറയാം. പക്ഷേ ഇത് പറയുമ്പോഴും നമ്മൾ നമ്മുടെ നിയമത്തിനും ചട്ടക്കൂടിനും ഉള്ളിൽ നിന്നുകൊണ്ട് വേണം പറയാം. ഇപ്പം മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന ഒരാളാണ് ഞാൻ.
മുഖ്യമന്ത്രിയെ നമുക്ക് പറയാനുള്ള അധികാരം അവകാശമുണ്ട്. പക്ഷെ പ്രസിഡന്റിനെ പറയാൻ അവകാശമുണ്ടോ? ഇല്ല. പ്രധാനമന്ത്രിയെ പറയാം, പ്രസിഡന്റിനെ പറയാൻ പാടില്ല, ഭരണഘടനയെ പറയാൻ പാടില്ല, സുപ്രീം കോടതി ജഡ്ജിമാരെ പറയാൻ പാടില്ല, ജുഡീഷ്യൽ ആരും പറയാൻ പാടില്ല. ഒരു ജഡ്ജ്മെന്റിനെ പോലും നമുക്ക് അതിന്റെ മെറിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാമെങ്കിലും സ്കാൻഡലൈസ് ചെയ്യാൻ പാടില്ല. അതൊരു ജഡ്ജ് അയാളുടെ പൊളിറ്റിക്സ് കൊണ്ടാണ്, അയാളുടെ രാഷ്ട്രീയം കൊണ്ടാണ്, അയാളുടെ പണം മേടിച്ചിട്ടാണ് ഒരു ജഡ്ജിനെ തീരുമാനം നമ്മൾ പറയാൻ പാടില്ല. അപ്പോൾ ഇയാൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു വിവേകശൂന്യത പലപ്പോഴും സംഭവിക്കും. നിയമം പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. പ്രാക്ടീസ് നമ്മളാരും കേട്ടിട്ടില്ല. അയാൾ മിടുക്കനാണ്. അയാളുടെ ഇംഗ്ലീഷൊക്കെ അസാധാരണമാണ്. വിദേശത്ത് പഠിച്ച ആളാണല്ലോ. വിദേശത്ത് പഠിച്ച എല്ലാമാണ്. പക്ഷേ ഒരു 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 ഞാൻ പറഞ്ഞ ഓരോ സ്ഥലവും ആഗ്രഹിക്കുന്ന ഒരു ഉദാഹരണത്തിന് കോടതി. ഞാൻ ഈ കോടതി ഇപ്പോൾ ഇയാൾക്ക് പറ്റിയത് പറ്റിയത് വെച്ചാൽ കോടതിയിൽ കാണിക്കേണ്ട അച്ചടക്കമില്ലായ്മ കാണിച്ചു. ഇപ്പം നമ്മളിപ്പോൾ കോടതി പോയാൽ ഇപ്പം ഞാൻ എത്രയോ തവണ കോടതി പോകാറുണ്ട്. നമ്മൾ ആരുമല്ല. കോടതിയിലെ പരമാധികാരി എന്ന് പറയുന്നത് ജഡ്ജാണ്. മജിസ്ട്രേറ്റ് കോടതി തന്നെ മജിസ്ട്രേറ്റാണ്, സെഷൻസ് കോടതി തന്നെ സെഷൻ ജഡ്ജാണ്, ഹൈക്കോടതി തന്നെ. നമുക്കൊരു അധികാരമില്ല. വക്കീലന്മാർ കോടതിയുടെ ഭാഗമാണെങ്കിൽ കൂടി ഏത് സീനിയർ വക്കീലും കോടതിയിൽ കയറി കഴിഞ്ഞാൽ അവരിങ്ങനെ വല്ലാതെ ഒരു ബെല്ലടിക്കുന്നു, അപ്പോൾ തന്നെ എല്ലാവരും എണീറ്റ് നിൽക്കുന്നു. എന്നിട്ടാണ് ജഡ്ജി വരുന്നത്. ഈ ജഡ്ജ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് വരുമ്പോൾ ആദരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പണി. നിയമത്തെ ആദരിക്കുകയാണ്, ആ ജഡ്ജിനെ അല്ല. അയാളോടുള്ള വിധേയത്വം എന്ന് പറഞ്ഞാൽ നിയമ സംവിധാനത്തെ വിധേയം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, ഫോണിൽ സംസാരിക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് നിബന്ധനകളുണ്ട്. ഇതെല്ലാം നമുക്ക് ബാധകമാണ്. അപ്പോൾ ഇയാൾ എന്താ ചെയ്യുന്നത്? കോടതി പരിസരത്ത് കിടന്ന് ബഹളം വെച്ചു എന്ന് മാത്രമല്ല, ഇയാൾ കാണിച്ചു വീഴ്ച. അപ്പം ഞാൻ എത്രയോ കേസുകൾ കോടതി പോയിട്ടുണ്ട്. അപ്പം കോടതി നമ്മുടെ ഒരു പ്രതിനിധിയായി വക്കീലോടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ വക്കാലത്ത് എടുക്കാതെ നമ്മൾ തന്നെ വാദിക്കാം. ജോമോൻ പുത്തമ്പരക്കിലേക്ക് അങ്ങനെയാണ്. അതെ, ജോമോൻ പുത്തമ്പരക്ക് കേസിന് പോയി കഴിഞ്ഞാൽ ജോമോൻ പുത്തമ്പരക്ക് തന്നെയാണ് വാദിക്കുന്നത്. വായിക്കും. അതേസമയം ഇയാള് സീനിയർ അഭിഭാഷകനായ ശാസ്താംകോല അജിത്തിനെ കൊണ്ടുപോകുന്നു. ശാസ്താംകോലായിരുന്നു. ശാസ്താംകോല സീനിയർ അഭിഭാഷകനാണ്. ശാസ്താംകോലത്തിനെ പറയാൻ അനുവദിക്കുന്നില്ല. ഇദ്ദേഹം കോടതിയിൽ അദ്ദേഹത്തിൻ്റെ നിയമജ്ഞാനം മുഴുവൻ അങ്ങോട്ട് വിളമ്പി. ഓർക്കണം, ഒരു അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ചെല്ലുന്നു, ACJM കേസ് കേൾക്കുന്നു, പ്രഗത്ഭന അഭിഭാഷകനുണ്ട്. പ്രഗത്ഭ അഭിഭാഷകം ഉള്ളപ്പോൾ ഇദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ടെങ്കിൽ ഭയങ്കര ബഹളമാണ്. സിനിമയിലെ കാണുമ്പോൾ അവിടെയാണ് ഈ സിനിമയിൽ കാണുന്നതാണ് യഥാർത്ഥത്തിൽ കോടതി എന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. ഒരുപാട് ഇപ്പോഴും കരുത്. എൻ്റെ ഭാര്യ പലപ്പോഴും പറയാറുണ്ട്, ചില ക്ലയൻസ് പറയുന്നത് എനിക്ക് 2 വാക്കോടെ പറയാനുണ്ടെന്ന്. ആ കോടതി അങ്ങനെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സിനിമയിൽ നമ്മൾ സീരിയൽ കണ്ടിട്ടുണ്ടല്ലോ പറയാറുണ്ടെന്ന്. ഒരിക്കലും കോടതിയിൽ ഞാൻ പറഞ്ഞല്ലോ എത്രയോ കോടതിയിൽ പോയിട്ടുണ്ട്. ഇപ്പം എറണാകുളത്തൊരു കോടതിക്ക് എന്നോട് പറഞ്ഞു പാർട്ടി ഇൻ പേഴ്സൺ, വക്കീൽ പോരാ പാർട്ടി തന്നെ വരണമെന്ന് തോന്നുന്നു. പോകാതിരിക്കാൻ പറ്റുമോ? നമ്മൾ പോവുക, ഞാൻ കോടതി പോയി ഇരിക്കുക, കോടതി വിളിക്കും വേണ്ടിയിട്ട് നിൽക്കുക, ഒരക്ഷരം പോലും കോടതി. പക്ഷേ കോടതിക്ക് അധികാരമാണ്. ഞാനപ്പോൾ പാർട്ടിയും എൻ്റെ വക്കീലുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പണി കിട്ടും. അപ്പം ഏത് മജിസ്ട്രേറ്റിനും ഏത് കോടതിക്ക് എന്ത് ഉത്തരവിടാം. നമ്മളിപ്പം ചട്ടം ഇതൊക്കെ ആയിക്കോട്ടെ, നിയമമുണ്ട്, ചട്ടമുണ്ട്, പക്ഷെ ജയിലിലിടരുന്നല്ല എഴുതി വെച്ചിട്ടുണ്ടോ? അതെ, ഒരുത്തൻ അങ്ങ് ജയിലിലടക്കാൻ തീരുമാനിച്ചാൽ ജയിലിലടച്ചു. ആണോ? അത് ചട്ടലംഘനമാണല്ലോ. അദ്ദേഹം തയ്യാറായി, അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് വേറൊരു കേസായിരുന്നു. അദ്ദേഹം തയ്യാറായി, അദ്ദേഹം സ്വയം പറഞ്ഞു ഞാൻ നിയമത്തിന് മുന്നിൽ വരാമെന്ന്. പ്രസിഡന്റ് പദവിയിലിരിക്കുമ്പോൾ അങ്ങനെ പോകേണ്ട കാര്യമില്ല. ഭയങ്കര അദ്ദേഹം വലിയ അഭിഭാഷകനും ആയിരുന്നു. അതായിരിക്കാം കാര്യം. പക്ഷേ അപ്പം എന്തായാലും ഇയാൾ കോടതി ചെന്നിട്ട് കോടതിയെ നിയമം പഠിപ്പിക്കാൻ തുടങ്ങി. കോടതിയുടെ ഭരണഘടന, പിന്നെ മറ്റേ സുപ്രീം കോടതിയുടെ കുറേ റൂളിങ്സ് ഒക്കെ എടുത്ത് വായിച്ചു. ഇത് വല്ലാതെ അവിടെ ഇരുന്ന ഒരു അഭിഭാഷകനോട് ഇത് വല്ലാതെ ഇയാളുടെ അഭിഭാഷകൻ ദേഷ്യം വന്നു. സ്വാഭാവികം. പിന്നെ അയാളെ കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നല്ലോ അയാളെ വന്നിരുന്നത്. അപ്പോൾ ഇതൊക്കെ അയാളുടെ മുഖത്തെ വീഴ്ചയാണ്. ഒന്ന്, അതിന് മുമ്പ് ഇയാളുടെ വീഡിയോകൾ മുഴുവൻ കോടതി അവിടെ നിന്ന് കണ്ടു. ഒരു പ്രധാനപ്പെട്ട 3-4 വീഡിയോകൾ കണ്ടു, എല്ലാ വീടുകളും കണ്ടു പ്രധാനപ്പെട്ട. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇയാൾ നമ്മൾ ടെക്നിക്കലി സ്പീക്കിംഗ് ഇതിൻ്റെ അകത്തൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ അകത്ത് എന്താ പറയുക, കൂടെ കിടന്നിട്ട് വാചോടിക്കുന്നു എന്നൊക്കെ പറയുന്നത് അപമാനിക്കലാണ് എന്ന കാര്യത്തിൽ അത് സംശയമൊന്നും വേണ്ട. ഭാഷ പ്രധാനമാണല്ലോ. ഭാഷ പ്രധാനം. സുപ്രീം കോടതി മറ്റേ ഇയാൾ പാലക്കാരനിൽ പറയുന്നുണ്ട് ഭാഷ മര്യാദയ്ക്കായിരിക്കണം നമ്മളല്ലേ. അതാണ് ഭാഷ പ്രധാനം തന്നെയാണ് അതിൽ. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ ഇത്യാദി കാരണത്താൽ ഈ കോടതിക്ക് ജാമ്യം നിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സത്യത്തിൽ അങ്ങേർക്കൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് കണ്ടത് ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യമാണ്. ബോബി ചെമ്മണ്ണൂരിന് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിരുന്നു. ഹൈക്കോടതി അത് കൊടുത്തു. ഹൈക്കോടതി കൊടുത്തു കഴിഞ്ഞിട്ടും പുള്ളി അത് മുതലെടുക്കാൻ ശ്രമിച്ചു. ഹൈക്കോടതി
കേസ് തിരിച്ചു വിളിച്ചിട്ട് ശരിക്കും വലിച്ചു കയറി എന്നൊക്കെ വാക്കുപയോഗിക്കുന്നത് അങ്ങനെയാണ് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ. അതിനുശേഷം ഞങ്ങൾ ബോബി ചെമ്മണ്ണൂർ ഒറ്റയടിക്ക് നന്നായി. ബോബി ചെമ്മണ്ണൂർ തട്ടിപ്പും വെട്ടിപ്പൊക്കെ അയാൾ തുടരുന്നുണ്ട്, കയ്യിലാ ജീവിക്കാൻ പറ്റില്ല, അയാളുടെ ബിസിനസ് അതാണ്. പക്ഷെ അയാൾ ഈ സ്ത്രീകളെക്കുറിച്ചുള്ള ഈ അശ്ലീല പറച്ചിലും ദ്വയാർത്ഥ പ്രയോഗങ്ങളും അപമാനിക്കലൊക്കെ അവസാനിപ്പിച്ചു. കാരണം അയാൾക്ക് മനസ്സിലായി പണിയാവുന്ന കിട്ടി. അത്തരത്തിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് രാഹുലിന് ആവശ്യമായിരുന്നു. ജയിലിൽ അടയ്ക്കണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ക്രിമിനലുകൾ മാത്രമേ ജയിലിലാവാവൂ, അല്ലാതെയുള്ള കേസുകളിലൊക്കെ അത് ജയിലിലടയ്ക്കണം. ഇപ്പം വിദേശത്തൊക്കെ UK എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മേലൊരു കുറ്റകൃത്യം ഉണ്ടെങ്കിൽ നിങ്ങളെ അവിടെ ജാമ്യത്തിലങ്ങ് വിടും, അല്ല ജയിലിലടയ്ക്കത്തില്ല. എന്നിട്ട് കുറ്റവിചാരണ നടത്തി കുറ്റക്കാരനാണെന്ന് കണ്ടത് ശിക്ഷിക്കുമ്പോഴേ ജയിലിലടയ്ക്കും. അതുവരെ സമയമുണ്ട്. അല്ലാതെ നമ്മൾ വിചാരണ തടവുകാരെ കൊണ്ട് ജയിലിൽ വെക്കുന്നത് ഉചിതമായ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരാൾ കൊലപാതകയാവട്ടെ, റേപ്പിസ്റ്റ് ആവട്ടെ, അങ്ങനെയുള്ളവരെ നമുക്ക് വേറെ നിമിത്തം അല്ലാതെയുള്ള ഈ പൊളിറ്റിക്കൽ ക്രൈമാണ് ഇതൊക്കെ, അല്ലേ? ഒരു വീഡിയോയ്ക്കകത്തൊരു സ്ത്രീയെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ പൊളിറ്റിക്കൽ ക്രൈമാണ്. അതിന് പണിഷ്മെൻറ്റ് കൊടുക്കട്ടെ, ജയിലിലടക്കട്ടെ, അല്ലെങ്കിൽ പിഴ അടക്കട്ടെ. ഇതിൻ്റെ വിചാരണ നടപടികൾ പൂർത്തിയാകുന്നത് വരെ ജയിലിലടയ്ക്കുന്നത് എനിക്ക് വിയോജിപ്പ്. പക്ഷേ ഇങ്ങർക്കൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമായിരുന്നു. ബോബി ചെമ്മണ്ണൂരിന് കൊടുത്താൽ ആ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് കോടതി കൊടുത്തത്. കാരണം ഇങ്ങരുടെ ഈ നമ്മൾ മനസ്സിലാക്കണമായിരുന്നു, ഇങ്ങനെ പറയുന്നത് എല്ലാം സ്ത്രീ വിരുദ്ധമാണ്. എന്തിനങ്ങനെ അദ്ദേഹത്തിന് അമ്മയും സഹോദരിയും ഭാര്യയും എല്ലാം സ്ത്രീ വിരുദ്ധമാണ്. എന്തെങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പുരുഷന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷേ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ ന്യായമായ ഭാഷയിലാണ് ഉന്നയിക്കേണ്ടത്, അല്ലാതെ ഇമ്മാതിരി സ്ത്രീകളെ ചീത്തോളച്ചല്ല പുരുഷന്മാരെ ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടത് ഭയങ്കരമായിട്ട്. അപ്പം ഞാനിവിടെ ശ്രീജിത്ത് പണിക്കർ അത് പറഞ്ഞു, പലതവണ അയാളോട് പറഞ്ഞു, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണച്ചോളൂ, തെറ്റൊന്നുമില്ല. അതിന് എന്തിനാണ് ആ സ്ത്രീ അപമാനിക്കുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞ സ്ത്രീക്കും വീഴ്ചകളുണ്ടാവാം, നമ്മൾ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞ സ്ത്രീ പൂർണ്ണമായും ആ സ്ത്രീയെ നമ്മൾ ഇരയെ നില സംരക്ഷിക്കണം എന്നുള്ള ഒരു തിയററ്റിക്കൽ വാദം ശരിയാവണമെന്നുണ്ട്. പക്ഷേ നിയമത്തിന് മുമ്പിൽ അവർ ഇരയാണ്. അവർ മുമ്പോട്ട് വന്നിരിക്കുന്നു. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ ഇനീഷ്യേറ്റീവ് എടുത്തു, അവർക്ക് ബന്ധമുണ്ടത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അവർ ഒരു പരാതിയോട് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. പരാതിയുടെ മുമ്പോട്ട് വന്നിരിക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആർക്കും പരാതിയിട്ട് വരാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും. പകരം അപമാനിക്കാൻ കൂടെ ചെയ്യാണ്. ആ ഭാഷ എത്ര മോശമായ ഭാഷയിലാണ്. ചാനൽ അതേ വിളിച്ചു, ഇന്നലെ തന്നെ കണ്ട GP വിളിച്ചത്, ഞാൻ ഇനിയും രാഹുലിന് വേണ്ടി വാദിക്കും എന്നൊക്കെ. അത് കോടതിക്ക് പ്രകോപനം ഉണ്ടാക്കും, സ്വാഭാവികം. രാഹുലിന് വേണ്ടി വാദിച്ചോളൂ, അതാരും രാഹുലിന് വേണ്ടി വാദിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ രാഹുലിന് വേണ്ടി വാദിക്കുമ്പോൾ ഇരയെ അപമാനിക്കും. എന്തൊക്കെയോ പുള്ളി നിയമമൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, പോലീസ് ജീപ്പ് ഇരുന്നുണ്ട്. അതാണ് കോടതിയിലും കാണിച്ചത്. അതാണ് ഈ നിയമമാണ് അയാളെ കോടതിയിൽ വിളിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ അദ്ദേഹം ചോദിച്ചു വാങ്ങിയ പണിയാണ്. ആ പണിക്ക് അദ്ദേഹത്തിന് ഒരു ചെറിയ ശിക്ഷ ആവശ്യമായിരുന്നു. ഈ ജയിലിൽ കിടന്നാൽ എൻ്റെ ബുദ്ധിമുട്ട് അറിയാവുള്ളൂ. ജയിലിൽ കിടന്നാലും നേരത്തെ കിടന്നിട്ടുണ്ട്. ഇല്ല, ആ ശബരിമല കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ള സംശയമാണ്. അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ജയിലിൽ കിടന്നതൊരു സംശയമാണ്. ജയിലിൽ പെട്ട് ഇതൊന്നും പുള്ളി അത് മുതലെടുക്കാനേ ശ്രമിക്കുന്നുള്ളൂ. പുള്ളി നിരാഹാരം കിടക്കുന്നുണ്ട്, സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു എന്ന് അല്പം മുമ്പ് വാർത്ത കേട്ടിരുന്നു. അതിൻ്റെ ഗുണം എന്താ? ഡോക്ടർ എല്ലാ സംവിധാനങ്ങളുണ്ട്. നിരാഹാരം കിടന്നാൽ നിരാഹാരം അത്ര എളുപ്പമല്ലല്ലോ. അല്ലല്ല, അത് പറ്റും. നിരാഹാരം നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒന്നുമല്ല. അതിൻ്റെ പുള്ളിക്കൊക്കെ പറ്റും. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സണ്ണി പൈക്കട് എന്ന് പറയും. പുള്ളി ഇപ്പോൾ പണ്ട് മേലുകാവുകാരനായിരുന്നു. ഇപ്പോൾ സണ്ണി താമസിക്കുന്നത് കാസർഗോഡ് കൊന്നക്കാടാണ്. അദ്ദേഹം ഈ പാവപ്പെട്ട മനുഷ്യർക്കും ആദിവാസികൾക്കും ദളിതർക്കും കർഷകർക്കൊക്കെ വേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ്. ഇപ്പം ഈ കഴിഞ്ഞ ഈ സെക്രട്ടറി നടൻ വന്ന് 12 ദിവസമാണ് പുള്ളി നിരാഹാരം ഇരുന്നത്. പുള്ളി കർഷകരുടെ ഈ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് പബ്ലിസിറ്റി പോലും വേണ്ട. പുള്ളി ജീവിതത്തിൽ ഒരു 25 തവണ നിരാഹാരം ഇരുന്നിട്ടുണ്ട്. അത് 10. അപ്പം ഈ നിരാഹാരം ഇവിടെ അവസാനിച്ചിട്ട് എൻ്റെ അടുത്ത് അവൻ താമസിച്ചത്. അപ്പം ഞാൻ പുള്ളി വരുന്ന പ്രമാണിച്ച് ഞാൻ നിരാഹാരം കഴിഞ്ഞാൽ ഞാൻ നല്ല വിരുന്നൊരുക്കി വെച്ചു. പുള്ളി പറഞ്ഞു, അയ്യോ ഷാജ ചത്തുപോകുമെന്ന് പറഞ്ഞു. ഇതിൻ്റെ 12 ദിവസം കഴിക്കാതെ പോയി കഴിച്ചാലേ പഴം മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. തിരിച്ചു വന്നിട്ട് അന്ന് പുള്ളി പഴം കൊണ്ടുവന്നിരുന്നു. നാരങ്ങ നീര് കൊടുക്കുന്നത്. പുള്ളി ഒരു 3-4 പഴം കൊണ്ടുവന്നിരുന്നു. ആ പഴം കഴിച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ എന്തെങ്കിലും ലൈറ്റായിട്ട് ഒരു ദോശ വല്ലതും കഴിക്കാൻ, ഒരു ദോശ. അങ്ങനെ പതിയെ മാത്രമേ നിരാഹാരം കഴിക്കാൻ പറ്റുന്നത്. അല്ലാതെ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഈ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ആദ്യത്തെ 2 ദിവസം നമുക്ക് ബുദ്ധിമുട്ടാണ്, ഭയങ്കര പരവേശമാണ്. പിന്നെ നമ്മൾ അതങ്ങ് മറക്കും. ആ ശരീരത്തിൻ്റെ അസ്വസ്ഥ, നമുക്ക് തളർച്ച ഉണ്ടാവും. പക്ഷെ നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഈ വയറ്റിക്കാൻ അതെല്ലാം അങ്ങ് മാറും, എല്ലാം അങ്ങ് മാറും. ആ ക്ഷീണം ഉണ്ടാവും കഴിക്കാത്തതിൻ്റെ. 12 ദിവസം സെക്രട്ടറിയുടെ ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കർഷക ആരും അറിഞ്ഞു പോലുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു വകുപ്പുണ്ട് ഇതിന്. ഇയാൾ ചോദിച്ചു വാങ്ങിയ പണിയാണ്. എനിവേ, നമ്മുടെ വിഷയത്തിൻ്റെ ഗൗരവമേറിയ വിഷയത്തിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ ബാധിക്കും? സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇയാൾ കൊടുത്ത ഒരു വലിയ എന്താ പറയണത്, ഒരു വലിയ വൻ ചതിയാണ് ചെയ്തത്. കാരണം രാഹുൽ
മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷയിലാണല്ലോ ഒളിവിൽ കഴിയുന്നത് നാളെ. അതെ. പക്ഷേ ചോദ്യം എന്ന് വെച്ചാൽ ആ ഒരു മെയിൻ പ്രതിയായ ബലാത്സംഗ കേസിലെ പ്രതിയായ കൊലപാതക കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ ഒരാൾക്ക് ജാമ്യം ഇല്ലെങ്കിൽ പിന്നെ ഈ മെയിൻ കുറ്റകൃത്യം ചെയ്ത ആൾക്ക് ജാമ്യം കിട്ടും. ഇതാണ് ചോദ്യം. അപ്പം ഇത് സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സാധ്യത തന്നെ അയാളെ സഹായിച്ചില്ലാതാക്കി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറഞ്ഞു. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിച്ചു. അവരൊക്കെ നിരാശരായി ഇന്നലെ ഇത് വന്നതോടെ. കാരണം രാഹുലിൻ്റെ മേൽ രാഹുൽ ഒന്ന് അഡ്മിറ്റ് ചെയ്തു. രാഹുൽ ഭാഗത്ത് ഒരുപാട് വീഴ്ച പറ്റി. അത് എന്തുകൊണ്ട് അഡ്മിറ്റ് ചെയ്തു എനിക്ക് അഭിഭാഷകൻ്റെ വീഴ്ച അത് ഞാൻ കരുതുന്നില്ല. കാരണം അഭിഭാഷകൻ ഇസ് എ വെരി സീനിയർ അഭിഭാഷകൻ, വളരെ പ്രഗത്ഭനായ ആളാണ്. അപ്പോൾ ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇങ്ങനെ ഞാൻ കൂടുതൽ സത്യസന്ധനാണ്. ഇങ്ങനെയുടെ ഒരു ധാരണ ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ധാരണ കേരളീയ സമൂഹത്തിന് ഇതൊരു വിഷയമേ അല്ല. ഇത് ഇവിടെ ഒരുമാതിരിപ്പെട്ട നേതാക്കന്മാരെല്ലാം പെണ്ണുപിടിയന്മാരാണ്. അതുകൊണ്ട് പെണ്ണ് പിടിച്ചാലും കുഞ്ഞാലിക്കുട്ടി ഇവിടെ വലിയ ആളായിട്ട് വളരുന്നു, പെണ്ണ് പിടിച്ചാലും ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം നിൽക്കുന്നു. അതുകൊണ്ട് പെണ്ണ് പിടിയൊന്നൊരു വിഷയമല്ല. അതുകൊണ്ട് അതിനകത്ത് കള്ളം പറയേണ്ടതെന്നാണ് പുള്ളിയുടെ ഒരു മുൻവിധി. പക്ഷെ ഇത് ഇവരാരും ഈ പെണ്ണുപിടി സമ്മതിച്ചിട്ടില്ല എന്നുള്ള കാര്യം പുള്ളി മറന്നു പോകുന്നു. കുറ്റം സമ്മതിക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇവരാരും, അത് കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും ശരി, ഗണേഷ് കുമാർ ആണെങ്കിലും ശരി, ആരും സമ്മതിക്കില്ലല്ലോ. ഗണേഷ് കുമാർ അടി കൊണ്ടുപോകും സമ്മതിച്ചതിന് ക്ഷീണം തരം മാറിയിട്ടില്ല. അപ്പം ഇതിൽ പുള്ളിക്കുണ്ടായിരുന്നൊരു മോറൽ സപ്പോർട്ട് നന്നായിട്ട് കുറഞ്ഞുപോയി. എന്ന് മാത്രമല്ല, ഞാൻ പ്രമുഖനായ ഒരു അഭിഭാഷകനോട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ സംസാരിച്ചു. അത് അവരോട് പറഞ്ഞത്, ഷാജൻ, ഈ ഒരു കോടതിയുടെ മുമ്പിൽ ഒരു കേസ് വരുമ്പോൾ ഇത് ചെയിൻ ഓഫ് ഈവൻസ് തമ്മിൽ കണക്ഷൻ വേണം. അപ്പോൾ ഇവിടെ ഇവൾ ഗർഭിണിയായി അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന സാധന പ്രക്രിയയുടെ തുടക്കം എന്ന് പറയുന്നത് ചാറ്റാണ്. അത് കഴിഞ്ഞ് ഇവർ തമ്മിലുള്ള ബന്ധമാണ്. ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ബാധ്യത ആർക്കാണ്? പരാതിക്കാരിക്കും പ്രോസിക്യൂഷനും. അതെ. ഇതിപ്പോൾ എളുപ്പമായി. അത് ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ ചാറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ചാറ്റ് നിഷേധിച്ചിട്ടില്ല, ഞങ്ങൾ തമ്മിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ ശാരീരിക ബന്ധത്തിൽ, ഇതൊന്നും പിന്നെ തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷനില്ല. എല്ലാം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇവർ തമ്മിൽ ഉള്ള ബന്ധം, ഇവർ തമ്മിൽ ശാരീരിക ബന്ധം സമ്മതപ്രകാരമാണോ എന്നുള്ളത് മാത്രം അതിൻ്റെ തെളിവുണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ, സമ്മതത്തോടെയാണ് എങ്കിൽ പോലും അപ്പോൾ അവർക്ക് പറയാം, എന്നെ വിവാഹം കഴിച്ചോളാം എന്ന് വാഗ്ദാനം നൽകി. അപ്പോൾ പറയും, ഞാൻ വിവാഹിതയാണ്, ഇല്ല ഞാൻ പിരിഞ്ഞു നിൽക്കുവാണ്, വിവാഹമോചനം നടത്തി കഴിയുമ്പോൾ കെട്ടിക്കോളാം എന്നാണെന്ന് അവർക്ക് പറയാം. അതെ. രണ്ട്, ഗർഭചിത്രം നടത്താനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തു എന്നുള്ളതിലേക്ക് മാത്രം വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഗൗരവമേറിയ കുറ്റകൃത്യമായതുകൊണ്ട് ഈ അഡ്മിഷൻ ഉള്ളത് കൊണ്ട് തന്നെ പ്രയാസമാണ്. രാഹുൽ ഈശ്വർ ജയിലിലായതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥയും കഷ്ടമാവും. എനിക്ക് തോന്നിയിട്ടുള്ളത്, നാളെ മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ രാഹുൽ ഒന്ന് കീഴടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പൊതുവെ അതായിരിക്കും ഉചിതം. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ കിട്ടുമെന്ന് ഉറപ്പാവണം. പക്ഷേ ഇത്രയും ഹൈ പ്രൊഫൈലായിട്ടൊരു കേസ്, ഹൈ പ്രൊഫൈൽ, എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധിക്കുന്നൊരു കേസ്, ഇതിൻ്റെ അകത്ത് ഈ BJP-കാരും CPM-കാരും കോൺഗ്രസ്സുകാരും രാഹുലിനെതിരാണ്. ആരുമില്ല. സോഷ്യൽ മീഡിയ രാഹുലിനെതിരാണ്. കുറച്ച് നമ്മുടെ രാഹുൽ ഈശ്വരും മറ്റേ എന്തോ വട്ടിയൂർക്ക അജിത് കുമാറും ഒക്കെ മാത്രമേ ഉള്ളൂ പിന്തുണയ്ക്കാനായിട്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയും ജാമ്യം കൊടുക്കണമെന്നില്ല. അപ്പോൾ ഹൈക്കോടതി ജാമ്യം കൊടുക്കുന്നില്ലെങ്കിൽ എത്ര കാലം, മാത്രമല്ല ഹൈക്കോടതി എത്ര കാലമേക്ക് ഒളിവിൽ കഴിയാൻ പറ്റും? അതൊരു ചോദ്യമാണ്. ഇത് ജനപ്രതിനിധിയാണ്. അപ്പം ഈ കുറ്റകൃത്യത്തിൽ വാസ്തവത്തിൽ ജാമ്യ സാധ്യത ഇല്ലെങ്കിൽ ആദ്യം തന്നെ അറസ്റ്റിലാവുകയായിരുന്നെങ്കിൽ അതങ്ങ് തീർന്നൻ. അപ്പം ഇത് അറിയില്ല എന്താണ് അയാൾ ചെയ്യാൻ പോകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇത് ഗൗരവമായി ബാധിക്കും. അല്ലെങ്കിൽ നാളെ ജാമ്യം കിട്ടും. ജാമ്യം കിട്ടിയാൽ പോലും അഡ്മിഷൻ അയാളുടെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട്. ഇനി ജാമ്യം ഇല്ലെങ്കിൽ ഗൗരവമായ വിഷയം. കാരണം ഒരിക്കലും അയാൾ പാലക്കാട് MLA ആണ്. ഒരു MLA-ക്ക് ഇങ്ങനെ ഒളിവിൽ പോയിട്ട് വന്നിട്ടില്ലല്ലേ? ഒരിക്കലും ഇത്തരം കേസിൽ ഒരിക്കലും ആർക്കും പോയിട്ട് വന്നിട്ട് നമ്മൾ ഓർമ്മയിൽ അങ്ങനെ അല്ലാതെ ഏതെങ്കിലും കേസ് MLA അതൊരു നാണം കെട്ട അവസ്ഥയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒളിവിൽ പോകുന്നത് മോശം കാര്യം ഞാൻ കരുതുന്നില്ല. കള്ളക്കേസ് കൊടുക്കുവാണെങ്കിൽ ഒളിവിൽ പോകുന്നതാണ് സേഫ്. കാരണം CPM-കാർ, കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയായിരുന്നല്ലോ. ഈ കമ്മ്യൂണിസ്റ്റ് വേട്ട നടത്തുന്ന കാലത്ത് അവർ ഒളിവിലായിരുന്നു. ഓർമ്മകളായി. അപ്പം ഞാൻ ഈ സർക്കാരിനോട് യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ ഒളിവിൽ പോകാറുണ്ട്. ആ ഒളിവിൽ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ നമ്മളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, പക്ഷേ ഇത് കള്ളക്കേസാണ് 100% പറയാൻ പറ്റത്തില്ല. ഏതാണ്ട് അയാൾ അഡ്മിറ്റ് ചെയ്ത അവസ്ഥയിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സമ്മതം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ അതിൻ്റെ അകത്തൊരു കേസുണ്ട്. ആ കേസ് വന്നപ്പോൾ
രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ, അല്ലെങ്കിൽ നാളെ ജാമ്യം കിട്ടും. എന്തായാലും രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെയും കോൺഗ്രസിൻ്റെ വിജയസാധ്യതയും ഒക്കെ ആത്യന്തികമായി കോൺഗ്രസിന്റെ വിജയസാധ്യത ഇപ്പം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളതല്ല, വാസ്തവത്തിൽ കോൺഗ്രസിനൊരു ഒന്നുമല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി വന്ന അന്തരീക്ഷം അങ്ങ് മോശമായിരിക്കുന്നു. CPM-നെതിരെ വന്നിരുന്ന വികാരത്തിനൊരു ആ ചർച്ച അങ്ങ് പുറകോട്ട് പോയിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അന്തകനായി മാറിയത് രാഹുൽ ഈശ്വരാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നന്ദി.